ഹലോ ഫ്രണ്ട്സ്, ടോപ്പ് ആൻഡ് ഫൈവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഗൈസ്. വേറെ ഒന്നുമല്ല, അതെ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ ഒരു കുഞ്ഞ് ആംപ്ലിഫയർ ബോർഡ്, ഒരു 5 രൂപ കോയിൻ്റെ അത്രയും മാത്രം വലിപ്പമുള്ള ഈ ഒരു ആംപ്ലിഫയർ ബോർഡിനെ നമുക്ക് 8 ഇഞ്ചിൻ്റെ 100 വാട്ട്സ് RMS പവറുള്ള ഈ ഒരു സബ്വൂഫറായിട്ട് കണക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെ പവർ എങ്ങനെയുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കും ഈ ഒരു 5 രൂപ കോയിൻ്റെ അത്ര ഉള്ള ഈ ഒരു ആംപ്ലിഫയറിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഗൈസ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ആംപ്ലിഫയറിൻ്റെ മോഡൽ PAM 8403 എന്നൊരു മോഡലാണ് ഗൈസ്. ഓക്കെ, ഇതിന് 50 രൂപയാണ് മാർക്കറ്റിൽ വില വരുന്നത്. നമ്മുടെ ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിനു വേണ്ടി ഒരു ചെറിയ ഒരു ക്യാബിനറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ PVC പൈപ്പ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് അതിൻ്റെ അകത്തോട്ടാക്കിയിട്ട് വേഗം വരാം. യെസ്, അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു ക്യാബിനറ്റിൻ്റെ അകത്താണ് ആ ഒരു കുഞ്ഞൻ ആംപ്ലിഫയർ ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, PVC പൈപ്പ് കൊണ്ട് ഞാൻ തന്നെ വീട്ടിൽ ചെയ്തെടുത്തതാണ്. അപ്പം ഇത് 5 വോൾട്ട് നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു മൈക്രോ USB പിന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഫീമെയിൽ പോർട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതുവഴിയാണ് കണക്ഷൻ കൊടുക്കുന്നത്. മൊബൈലിൻ്റെ പവർ കൊണ്ട് നമുക്കിതിൽ വർക്ക് ചെയ്യാവുന്നതാണ്, മൊബൈലിലെ ചാർജറൊക്കെ കൊണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമുക്കിനി ഇതിൻ്റെ വർക്ക് നോക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. യെസ്, അപ്പോൾ ഗൈസ്, നമ്മൾ മറ്റേ സബ്വൂഫറിൻ്റെ വയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് സ്റ്റീരിയോ ബോർഡാണ്. അപ്പോൾ നമ്മൾ ഒരെണ്ണം കണക്ട് ചെയ്തിട്ടില്ല, ഒറ്റ ചാനൽ മാത്രമേ നമ്മുടെ സബ്വൂഫറായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ സാധാ മൊബൈലിലെ ചാർജർ മൈക്രോ USB ആ ഒരു കേബിൾ നമുക്കിതിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ഇതിന് ചാർജ് നമുക്കിതിന് വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് ഇനി നമുക്ക് ഇതിന് പവർ കൊടുക്കണം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ചാർജറിലൊന്നുമല്ല, നമ്മുടെ ഫോണുമായിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. നമ്മൾ OTG യൂസ് ചെയ്തിട്ട് ചെറിയൊരു OTG കണക്ടർ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചാർജറൊന്നും യൂസ് ചെയ്യുന്നില്ല, ഫോണിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മൾ OTG കണക്ട് ചെയ്ത് നമുക്കിനി ഫോണിൻ്റെ അകത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫോണിൽ പവർ സപ്ലൈ വഴിയാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, യെസ് ഗൈസ്, അപ്പോൾ നമുക്കിനി OTGയുടെ ഒരു ഫംഗ്ഷൻ ഒന്ന് ഓണാക്കണം. അപ്പോൾ അതേ നമ്മൾ OTGയുടെ ഒരു ഫംഗ്ഷൻ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സപ്ലൈ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഓക്സ് കണക്ട് ചെയ്യാം. അപ്പോൾ അതേ നമ്മൾ ഓക്സ് കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് സോങ് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വോളിയം കൂട്ടി വെച്ചേക്കാം. ഓക്കെ, ഫുള്ളാണ്. യെസ്, അപ്പം നമ്മുടെ സോങ് പ്ലേ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സബ്വൂഫറിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് നോക്കാവേ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ മനസ്സിലായില്ലേ ഈ ഒരു കൊച്ചു ബോർഡിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന്. നമ്മൾ ഈ ഒരു 8 ഇഞ്ച് സബ്വൂഫർ സെറ്റ് ചെയ്തിട്ട് പോലും നമുക്ക് അതിൻ്റെ അകത്ത് ബീറ്റ് കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു ഫണ്ണി എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ്, വെറുതെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പവർ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഫണ്ണി എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്കിനി കണ്ടുപിട്ടാം. അതുവരേക്കും ബൈ.